ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. യൂസ്ഫുൾ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വേക്കൻസി റിലേറ്റഡ് വീഡിയോ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇന്നത്തത് ഒരു വേക്കൻസി റിലേറ്റഡ് വീഡിയോ അല്ല, പക്ഷേ അതിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV പല റിക്രൂട്ടേഴ്സിനും അയച്ചിട്ടുണ്ടായിരിക്കും. പലരുടെ കയ്യിൽ നിന്നും റെസ്പോൺസ് കിട്ടി കാണത്തില്ല, ചിലപ്പോൾ റിജക്റ്റ് ആയവർ കാണും. അപ്പോൾ CV റിലേറ്റഡ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ CV പ്രിപ്പറേഷൻ അല്ല. CV പ്രിപ്പറേഷനും അതിൻ്റെ അകത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പക്ഷേ ഇന്നത്തെ വീഡിയോ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു സീക്രട്ടാണ് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വാട്ട് Ireland nurse recruiters actually look for. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നത് അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന നഴ്സസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സോ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിരിക്കും എന്നാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ അവരിൽ നിന്ന് കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതോ ആയിട്ടുള്ളൊരു കാര്യമാണ്, അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന നഴ്സസിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്താണ് എന്നുള്ളത്. അത് മറ്റൊന്നുമല്ല, NMBA രജിസ്ട്രേഷൻ അല്ലേ. NMBA രജിസ്ട്രേഷന് പല പല ഘട്ടങ്ങളുണ്ട്. അതൊരു 8 to 10 months ഒക്കെ എടുക്കുന്ന ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അയർലൻഡിൻ്റെത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിക്രൂട്ടേഴ്സ് നോക്കുന്നത് NMBA പിൻ നമ്പർ കിട്ടിയവരാണോ. NMBA പിൻ നമ്പർ കിട്ടിയവർക്കാണ് ഉറപ്പായിട്ടും അയർലൻഡിലേക്ക് ജോലിക്ക് വരാനായിട്ടുള്ള പ്രയോറിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി ഇല്ലെന്നല്ല, വേക്കൻസീസ് കൂടുതൽ വരുന്നത് NMBA പിൻ നമ്പേഴ്സ് ഉള്ളവർക്കാണ്. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടുതലും ഷെയർ ചെയ്യുന്നത് NMBA ഡിസിഷൻ ലെറ്റേഴ്സ് ഉള്ളവർക്ക് കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസീസ് ആണ്. കാരണം NMBA പിൻ നമ്പറുള്ളവർക്ക് പിന്നെ അതിന് വലിയ പാടില്ല. നിങ്ങൾ സൈറ്റൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോബ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡിസിഷൻ ലെറ്റർ ഉള്ളവർക്ക് വേണ്ടിയുള്ള വേക്കൻസീസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഏതൊരു പ്രോസസ്സിൽ നിൽക്കുന്ന ഒരാളും ആയിക്കോട്ടെ, അതായത് NMBA പിൻ നമ്പർ കിട്ടിയ ആളായിക്കോട്ടെ, ഡിസിഷൻ ലെറ്റർ കിട്ടിയ ആളായിക്കോട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് ഇൻ പ്രോസസ്സ് എന്ന് കാണിക്കുന്ന ഒരാളായിരിക്കോട്ടെ, എന്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അത് നിങ്ങളുടെ CV മെൻഷൻ ചെയ്യുക. ആ പ്രസൻറ്റ് സ്റ്റേറ്റസ് നിങ്ങളുടെ CV മെൻഷൻ ചെയ്യുക. ഡിസിഷൻ ലെറ്റർ ഓൺ പ്രോഗ്രസ് എന്നോ, അല്ലെങ്കിൽ NMBA പിൻ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ NMBA പ്രോസസ്സിങ് സ്റ്റാർട്ടഡ് ഓൾറെഡി എന്നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അസസ്മെൻ്റ് ആണ് നിങ്ങളുടെ അതിൽ കാണിക്കുന്നതെങ്കിൽ അത് മെൻഷൻ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ CV നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടുക. അല്ലാതെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന CV ഓരോ വേക്കൻസീസ് വരുമ്പോൾ അങ്ങ് അപ്ലോഡ് ചെയ്യുകയല്ല. ഓരോ വേക്കൻസിക്കും പറ്റിയ രീതിയിൽ ആ CV ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ഓരോ മാസവും നിങ്ങളുടെ എന്താ പറയുക എക്സ്പീരിയൻസ് കൂടുക, അപ്പോൾ അത് ആഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റാറ്റസ് അതും നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. പിന്നെ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലേക്ക് നിങ്ങളുടെ CV ഒന്നുകൂടെ ഒന്ന് മോൾഡ് ചെയ്ത് എടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ ജോബിന് അപ്ലോഡ് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് എത്രയാണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ഇതൊക്കെ നിങ്ങളുടെ CV ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എന്താ പറയുക ക്ലിനിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ ഡീറ്റെയിലി അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ എനിക്കിപ്പോൾ മെഡിക്കൽ സർജിക്കൽ വാർഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെഡിക്കൽ വാർഡ് ICU എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയാതെ ICUവിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങളവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു 5-6 പോയിൻറ്റ്സ് അങ്ങൂടെ ആഡ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ CV. അത് അല്ലാതെ വൈറ്റൽസ് എടുത്തു അല്ലെങ്കിൽ മെഡിക്കേഷൻ കൊടുത്തു ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യലായിട്ട് നിങ്ങൾ ഡ്രസ്സിങ് ചെയ്തു, അത് വാക്വം ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സിങ് ആണെങ്കിൽ ആ ഒരു ഡ്രസ്സിങ് നിങ്ങൾക്ക് അറിയാം, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കാത്തീഡ്രൈസേഷൻ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ കാത്തീഡ്രൈസേഷൻ ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ CV മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഏത് സ്കില്ലാണ് നന്നായിട്ടുള്ളത് എന്നുള്ളത്. അല്ലാതെ ചുമ്മാ മെഡിസിൻ കൊടുത്തതും വൈറ്റൽസ് നോക്കിയതും വെറുതെ ഡ്രസ്സിങ് ചെയ്തതും ഇതൊന്നും അല്ല ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ.
മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നിങ്ങൾ വിചാരിക്കും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കാണ് അവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ അസസ് ചെയ്യുന്നതെന്ന്. അല്ല, നിങ്ങളുടെ CV കാണുമ്പോഴേ അവർ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ അസസ് ചെയ്യും. ചിലരുടെയൊക്കെ CV കണ്ടാൽ നോക്കാൻ തോന്നത്തില്ല. കാരണം ഞാനൊരു CV പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം പലരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ CV അയച്ചു തന്നു ഒന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പം അത് കാണുമ്പോഴേ നമുക്ക് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് പോവുക. അപ്പം അങ്ങനെ അല്ലാതെ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു CV വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ. നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നല്ല എക്സ്പേർട്സിൻ്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ CV ആണ് നമ്മുടെ ഒരു ജോബ് തീരുമാനിക്കുന്നത്. ആദ്യത്തെ ഇത് നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ CV ആണ്. ആ CVയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇപ്പം നിങ്ങൾക്ക് എൽഡർലി പേഷ്യൻസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നതിന് അയർലൻഡിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൽഡർലി പേഷ്യൻസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ CVയിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് അവർക്ക് നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് തോന്നും നിങ്ങളെ ജോലിക്ക് വിളിക്കാനായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ കാണിക്കുക. നാലാമത്തത് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് കൾച്ചറൽ ഫിറ്റ്. അതിൻ്റെ അകത്ത് അഡാപ്റ്റബിലിറ്റി പറയാം, അതേപോലെ തന്നെ ടീം പ്ലെയർ, ഓപ്പൺ ഫീഡ്ബാക്ക്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വില്ലിങ്നെസ് ടു ലേൺ. അപ്പം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ CVയിൽ മെൻഷൻ ചെയ്യാമെങ്കിൽ അതൊക്കെ നിങ്ങളെ സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഫാക്ടറായിട്ട് മാറും. ഏതൊരു വാർഡായാലും ഏതൊരു ഇതിലായാലും നിങ്ങൾ അഡാപ്റ്റബിൾ ആയിരിക്കുമെന്നുള്ള രീതിയിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതായത് നിങ്ങൾ മെഡിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇന്ന പോലെ സർജിക്കലും ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർഡ് ചെയ്യാനായിട്ട് ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ CV പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട്. ചിലപ്പോൾ അവർക്ക് വേക്കൻസി വരുന്നതനുസരിച്ച് അവർ വിളിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ടീം ലീഡറൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇൻചാർജൊക്കെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ CVയിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കാരണം അതിനൊക്കെ ശരിക്കും വെൽക്കമിങ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് അയർലൻഡ് എന്ന് പറയുന്നത്.